ഹരേ രാമ ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. മഹാഭാഗ്യത്തിൻ്റെ കൊടുമുടി കയറുന്ന 6 രാശിക്കാർ ഇവരാണ്. മാർച്ച് മാസം കഴിഞ്ഞ് ഏപ്രിൽ മാസം പിറക്കുന്ന ഈ ആഴ്ച സൂര്യൻ ശനിയോടൊപ്പം മീനം രാശിയിലാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ ചൊവ്വ ഏപ്രിൽ 2-ന് മീനത്തിലെത്തും. ബുധനും രാഹുവും കുംഭത്തിലാണ്. വ്യാഴം മിഥുനത്തിലും ശുക്രൻ മേടത്തിലുമായി നിൽക്കുന്നു. ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്ര ജാതകരുടെ ഈ ആഴ്ചത്തെ രാശിഫലമാണ്. ആദ്യം മേടം രാശിക്കാരാണ്. മേടരാശിക്കാരായ അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം ചേർന്ന നിങ്ങൾക്ക് ഈ ആഴ്ച ആത്മവിശ്വാസം വളരെയധികം വർദ്ധിക്കുന്ന വാരമാണ്. അതുപോലെ തന്നെ മുൻപ് ആരംഭിച്ച കാര്യങ്ങളിൽ പുരോഗതി ദൃശ്യമാകും. തൊഴിൽ രംഗത്ത് അംഗീകാരം ലഭിക്കുന്നതാണ്. അതുപോലെ സാമ്പത്തികമായി വളരെയധികം സ്ഥിരതയുണ്ടാകുന്ന വാരമാണ്. കുടുംബത്തിൽ സന്തോഷകരമായ അന്തരീക്ഷമുണ്ടാകും. എന്നാൽ വാക്കുകളിൽ വളരെയധികം നിയന്ത്രണം വേണം. വിദ്യാർത്ഥികൾക്ക് കൂടുതൽ ശ്രദ്ധ വേണ്ട വാരമാണ്. വിവാഹ കാര്യങ്ങൾക്ക് അനുകൂലം. അതുപോലെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള ബന്ധം വളരെയധികം സന്തോഷകരമായിരിക്കും. അതുപോലെ തന്നെ യാത്രകൾ കൊണ്ട് വളരെയധികം നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ബിസിനസ്സിൽ ലാഭവർദ്ധനവ്, കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങൾ എന്നിവയുണ്ടാകും. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ മുന്നിൽ തിളങ്ങി നിൽക്കുവാൻ കഴിയുന്ന വാരമാണ്. സന്താനങ്ങളുടെ അഭിപ്രായങ്ങളോട് യോജിച്ച് പോകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ആരോഗ്യപരമായി നിങ്ങൾക്ക് തലവേദന, ഉറക്കക്കുറവ് എന്നിവ അനുഭവപ്പെടാം. അതുപോലെ ഗണപതി മന്ത്രം നിത്യേന ജപിക്കുന്നത് വളരെയധികം ഗുണകരമാണ്. അടുത്തത് ഇടവം രാശിക്കാരാണ്. കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം, രോഹിണി മകയിരത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവ രാശിക്കാർക്ക് ഈ ആഴ്ച സാമ്പത്തികമായി വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകും. പുതിയ വരുമാന മാർഗങ്ങൾ തുറന്നു കിട്ടുന്നതാണ്. അതുപോലെ തൊഴിൽ രംഗത്ത് നിങ്ങൾക്ക് മാറ്റങ്ങൾ അനുകൂലമാകും. കുടുംബത്തിൽ വളരെയധികം സ്വസ്ഥതയും സമാധാനവും പ്രതീക്ഷിക്കാം. എന്നാൽ സന്താനങ്ങളുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. വിവാഹ കാര്യങ്ങൾ വൈകുവാനിടയുണ്ട്. അതുപോലെ പ്രണയബന്ധങ്ങളിൽ വളരെയധികം ജാഗ്രത വേണം. ഭൂമി, വീട്, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണഗണങ്ങൾ വർദ്ധിച്ചു നിൽക്കുന്ന വാരമാണ്. വിവിധ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമം ഉണ്ടാകും. അതുപോലെ കർമ്മരംഗത്ത് നിന്നായാലും ബിസിനസ് രംഗത്തായാലും വളരെയധികം നേട്ടങ്ങൾ നിങ്ങൾക്ക് ഈ ആഴ്ച പ്രതീക്ഷിക്കാം. അതുപോലെ പൊതുപ്രവർത്തകർക്കും തിളങ്ങുവാൻ കഴിയുന്ന വാരമാണ്. നിങ്ങളുടെ കർമ്മരംഗവുമായി ബന്ധപ്പെട്ട് ദൂരയാത്രകൾ വേണ്ടിവരും. അതുപോലെ ഉദര സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകുവാനും ഇടയുള്ള വാരമായതിനാൽ ആരോഗ്യകാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആശുപത്രി വാസമുണ്ടാകാം. ദേവീ ക്ഷേത്ര ദർശനം വളരെയധികം ഗുണകരമാണ്. അടുത്തത് മിഥുനം രാശിക്കാരാണ്. മകയിരത്തിൻ്റെ ബാക്കി പകുതി, തിരുവാതിര പുണർദത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുന രാശിക്കാർക്ക് ഈ ആഴ്ച നിങ്ങൾക്ക് ആശയവിനിമയം വഴി വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകും. പുതിയ ബന്ധങ്ങൾ ഗുണകരമാകുന്ന വാരമാണ്. തൊഴിൽ രംഗത്ത് പുതിയ അവസരങ്ങൾ വന്നു ചേരും. ബിസിനസ് മേഖലയിൽ വളരെയധികം പുരോഗതി ഉണ്ടാകുന്നതാണ്. അതായത് ലാഭവർദ്ധനവ് പ്രതീക്ഷിക്കാം. കുടുംബത്തിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. അതുപോലെ വിവാഹ കാര്യങ്ങൾക്ക് അനുകൂലമായ ആഴ്ചയാണ്. പ്രണയിക്കുന്ന ആളുകൾക്കും വളരെയധികം ഗുണപ്രദമാണ്. നിങ്ങളുടെ സന്താനങ്ങൾക്ക് പല വിധത്തിലുള്ള ഉയർച്ചകൾ ഉണ്ടാകാം. ആഡംബര വസ്തുക്കൾ ലഭിക്കും. അതുപോലെ വീട്, ഭൂമി, വാഹനം എന്നീ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വളരെയധികം അനുഭവങ്ങൾ ഉണ്ടാകും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരും. യാത്രകൾ വളരെയധികം പ്രയോജനകരമായി മാറുന്നതാണ്. ദേവാലയ ദർശനങ്ങൾ ഉണ്ടായേക്കാം. മക്കളുടെ കാര്യങ്ങൾ സാധിക്കുന്നത് വഴി സന്തോഷം അനുഭവപ്പെടും. ആരോഗ്യപരമായി ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. അലർജി പ്രശ്നങ്ങൾ അലട്ടാം. ഓം നമഃശിവായ മന്ത്രം നിത്യവും ജപിക്കുന്നത് വളരെയധികം ഗുണകരമാണ്. അടുത്തത് കർക്കിടകം രാശിക്കാരാണ്. പുണർദത്തിൻ്റെ അവസാന കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടക രാശിക്കാരായ നിങ്ങൾക്ക് ഈ ആഴ്ച തൊഴിൽ രംഗത്ത് വലിയ നേട്ടങ്ങൾ ഉണ്ടാകും. അതുപോലെ പുതിയ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കുന്നതാണ്.
അതുപോലെ തന്നെ സാമ്പത്തികമായ ചില ധനച്ചെലവുകൾ വർദ്ധിക്കും. കുടുംബ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട വാരമാണ്. സർക്കാർ ആനുകൂല്യങ്ങളെല്ലാം തന്നെ ഈ ആഴ്ച വന്നു ചേരും. ബിസിനസ് രംഗത്ത് നല്ല പുരോഗതി ഉണ്ടാകും. കരാറുകളിൽ ഒപ്പുവെക്കുവാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ വിവാഹ കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാകുന്നതാണ്. ധനച്ചെലവുകൾ ഉണ്ടാകും. അതുപോലെ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം തീർന്നു കിട്ടുന്നതാണ്. പ്രത്യേകിച്ചും എതിർ ലിംഗക്കാരുമായി ഇടപഴകുമ്പോൾ അപവാദങ്ങൾ കേൾക്കുവാൻ ഇടയുള്ള വാരമാണ്. ദൂരദേശ യാത്രകൾ ഉണ്ടാകും. വീട്, ഭൂമി, വാഹനം എന്നീ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നല്ല ഗുണാനുഭവങ്ങൾ ഈ ആഴ്ച പ്രതീക്ഷിക്കാം. സുഖ സൗകര്യങ്ങൾ വർദ്ധിക്കുന്നതാണ്. ആരോഗ്യപരമായ ക്ഷീണം, ശരീരവേദന എന്നിവ അനുഭവപ്പെടാം. ദേവീ ക്ഷേത്ര ദർശനം വളരെയധികം ഗുണകരമാണ്. അടുത്തത് ചിങ്ങം രാശിക്കാരാണ്. മകം, പൂരം, ഉത്രത്തിൻ്റെ കാൽഭാഗം ചേർന്ന ചിങ്ങരാശിക്കാരായ ആളുകൾക്ക് തൊഴിൽ രംഗത്ത് വളരെയധികം പുരോഗതി, അംഗീകാരം ഇവ ലഭിക്കും. സാമ്പത്തികമായി നിങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്ന വാരമാണ്. ധനനിക്ഷേപങ്ങൾ ഉണ്ടാകും. എന്നാൽ ചില അനാവശ്യമായ ചെലവുകളും വന്നു ചേരാം. കുടുംബത്തിൽ വളരെയധികം സന്തോഷം നിലനിർത്തുവാൻ സാധിക്കുന്നതാണ്. വിദേശ വിപണനം സാധ്യമാകും. ബിസിനസ്സിൽ ശ്രദ്ധാപൂർവം തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് നീങ്ങേണ്ട കാലമാണ്. വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനം അനായാസേന സാധ്യമാകും. മറ്റുള്ള ആളുകളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാലമാണ്. കടം വാങ്ങിയ തുക തിരികെ നൽകുവാൻ സാധിക്കും. അതുപോലെ വിവാഹ കാര്യങ്ങൾക്ക് അനുകൂലമായ വാരമാണ്. പ്രണയിക്കുന്ന ആളുകൾക്ക് ബന്ധം വിവാഹത്തിലേക്ക് എത്തിച്ചേരുവാനാകും. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലെ ബന്ധം വളരെയധികം സന്തോഷകരമായി തുടരുന്നതാണ്. ജീവിത പങ്കാളിയിൽ നിന്നും വലിയ നേട്ടങ്ങൾ ഉണ്ടാകും. അതുപോലെ ബന്ധുക്കളുമായി വസ്തു സംബന്ധമായ തർക്കങ്ങൾ ഉണ്ടാകുവാനിടയുണ്ട്. മാനസികമായ സമ്മർദ്ദം നിയന്ത്രിക്കുക. അതുപോലെ കണ്ണ് സംബന്ധമായ പ്രശ്നങ്ങൾ ഉള്ള ആളുകൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. മഹാദേവന് പിൻവിളക്ക് സമർപ്പിക്കുന്നത് വളരെയധികം ഗുണകരമാണ്. അടുത്തത് കന്നി രാശിക്കാരാണ്. ഉത്രത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം, അത്തം ചിത്തിരയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നി രാശിക്കാരായ നിങ്ങൾക്ക് ഈ ആഴ്ച വളരെയധികം ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. അതുപോലെ തൊഴിൽ രംഗത്ത് ഗുണകരമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. എല്ലാ പ്രവർത്തനങ്ങളിലും നിങ്ങൾ നല്ലതുപോലെ ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകേണ്ടതാണ്. സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാകും. വിദ്യാർത്ഥികൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാലമാണ്. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും. അതുപോലെ വിവാഹ കാര്യങ്ങൾക്കും അനുകൂലമായ വാരം തന്നെയാണ്. ജീവിത പങ്കാളിയിൽ നിന്നും വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. അതുപോലെ ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയം ഉറപ്പാകുന്ന വാരമാണ്. സർക്കാരിന് ചിലപ്പോൾ പിഴ അടയ്ക്കേണ്ടതായി വന്നേക്കാം. പ്രത്യേകിച്ചും പുതിയ കരാറുകളിൽ ഏർപ്പെടുമ്പോൾ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതാണ്. ത്വക്ക് സംബന്ധമായ പ്രശ്നങ്ങൾ അലട്ടാം. അതുപോലെ മാനസിക സമ്മർദ്ദം ശ്രദ്ധിക്കേണ്ടതാണ്. ഉദര സംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം. വിഷ്ണു സഹസ്രനാമം നിത്യേന ജപിക്കുന്നത് വളരെയധികം ഗുണകരമാണ്. അടുത്തത് തുലാം രാശിക്കാരാണ്. ചിത്തിരയുടെ ബാക്കി പകുതിയും ചോതി വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാം രാശിക്കാർക്ക് ഈ ആഴ്ച പുതിയ അവസരങ്ങൾ ലഭിക്കും. അതുപോലെ സാമ്പത്തികമായി വളരെയധികം ഗുണകരമായിരിക്കുന്ന വാരമാണ്. കർമ്മരംഗത്തുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ട് നീങ്ങുവാൻ കഴിയും. കുടുംബത്തിൽ സമാധാനമുണ്ടാകും. എന്നാൽ ബന്ധങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. വിവാഹ കാര്യങ്ങൾക്ക് കാലതാമസം ഉണ്ടാകുന്നതാണ്. സുഹൃത്തുക്കളുമായി നല്ല സ്നേഹബന്ധം പുലർത്തുവാൻ സാധിക്കും. അതുപോലെ കടബാധകൾ വീട്ടി തീർക്കുവാൻ കഴിയുന്ന വാരമാണ്. വാഹനം, ഭൂമി, വീട് എന്നീ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ധനച്ചെലവുകൾ ഈ ആഴ്ച വർദ്ധിക്കുന്നതാണ്. കടബാധകൾ വീട്ടി തീർക്കുവാൻ കഴിയും. അതുപോലെ സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ്. പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോൾ മുതിർന്ന ആളുകളുമായി കൂടി ആലോചിക്കുന്നത് വളരെയധികം ഗുണകരമാകും. ധനപരമായ ഇടപാടുകളിൽ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതാണ്. വിദ്യാർത്ഥികൾക്ക് അല്പം ശ്രദ്ധക്കുറവ് അനുഭവപ്പെടും. അതുപോലെ ഉദര സംബന്ധമായ പ്രശ്നങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ദേവീ ക്ഷേത്ര ദർശനം വളരെയധികം ഗുണകരമാണ്. അടുത്തത് വൃശ്ചികം രാശിക്കാരാണ്. വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചിക രാശിക്കാർക്ക് ഈ ആഴ്ച നിങ്ങളുടെ തൊഴിൽ രംഗത്ത് ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുന്നതാണ്. അതുപോലെ സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാകും.
മേൽ ഉദ്യോഗസ്ഥരുമായി യോജിച്ചു പോകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പുതിയ കാര്യങ്ങൾക്കിറങ്ങി പുറപ്പെടുവാൻ ചെറിയ മടി അനുഭവപ്പെടും. അതുപോലെ ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകും. അതുപോലെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും വർദ്ധിക്കുന്നതാണ്. നേതൃത്വ ഗുണമുണ്ടാകും. ബന്ധുക്കളുമായി അകൽച്ചയ്ക്കിടയുണ്ട്. വിവിധ സ്രോതസ്സുകളിൽ നിന്നും നിങ്ങൾക്ക് ഈ ആഴ്ച ധനനേട്ടം പ്രതീക്ഷിക്കാം. ഭൂമി, വീട്, വാഹനം എന്നീ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കാലതാമസം നേരിടുന്നതാണ്. കുടുംബാംഗങ്ങളുമായി സ്വരച്ചേർച്ച ഇല്ലാത്ത അവസ്ഥ ഉണ്ടായേക്കാം. എന്നാൽ ജീവിത പങ്കാളിയിൽ നിന്നും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ഹൃദയ സംബന്ധമായ അസ്വസ്ഥതകൾ ഉള്ള ആളുകൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഉദരക്ലേശങ്ങൾ ഉണ്ടാകാതെ നോക്കണം. നാഗങ്ങൾക്ക് വിളക്ക് വെക്കുന്നത് വളരെയധികം ഗുണകരമാണ്. അടുത്തത് ധനുരാശിക്കാരാണ്. മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ കാൽഭാഗവും ചേർന്ന ധനുരാശിക്കാർക്ക് ഈ ആഴ്ച ധൈര്യത്തോടെ പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടുവാൻ കഴിയുന്നതാണ്. കർമ്മരംഗത്ത് മേലധികാരിയുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ വളരെയധികം ശ്രദ്ധിക്കണം. വസ്തു സംബന്ധമായ കാര്യങ്ങളിൽ നേട്ടമുണ്ടാകും. വിദ്യാർത്ഥികൾക്ക് വിജയം ഉറപ്പാണ്. ബന്ധങ്ങളിൽ വളരെയധികം ശ്രദ്ധ വേണ്ട കാലമാണ്. അതുപോലെ കുടുംബത്ത് നല്ല നേട്ടങ്ങൾക്കും ഇടയാകും. ഗൃഹ ഉപകരണങ്ങൾ വാങ്ങുന്നതിനും ഭൂമി, വാഹനം, വീട് എന്നീ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്നതിനും ഇടയാകുന്നതാണ്. പ്രത്യേകിച്ചും നിങ്ങളുടെ അമ്മയിൽ നിന്നും വളരെയധികം നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ഉന്നത പഠനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വാരം വളരെയധികം ഗുണകരമാണ്. അതുപോലെ ലോണുകൾക്കും ചിട്ടികൾക്കും അനുമതി ലഭിക്കും. ധനം വന്നു ചേരുമെങ്കിലും ധനച്ചെലവുകളും ഉണ്ടാകും. ആശയവിനിമയ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. മത്സര പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കും. അതുപോലെ ഏതൊരു കരാറിലും ഒപ്പുവെക്കുമ്പോൾ രേഖകൾ പ്രത്യേകം പരിശോധിക്കേണ്ടതാണ്. തൊണ്ട സംബന്ധമായ പ്രശ്നങ്ങളുള്ള ആളുകൾ ശ്രദ്ധിക്കുക. ഹനുമാൻ സ്വാമിക്ക് വഴിപാട് സമർപ്പിക്കുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് മകരം രാശിക്കാരാണ്. ഉത്രാടത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകര രാശിക്കാർക്ക് ഈ ആഴ്ച കഠിന പ്രയത്നങ്ങൾക്ക് ഫലം ലഭിക്കും. അതുപോലെ തൊഴിൽ രംഗത്ത് അനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കുന്നതാണ്. രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും ഈ ആഴ്ച വളരെ വലിയ നേട്ടങ്ങൾ ഉണ്ടാകും. സാമ്പത്തികമായ കാര്യങ്ങളിൽ വളരെയധികം ജാഗ്രത വേണം. കുടുംബത്തിൽ മനസമാധാനമുണ്ടാകും. അതുപോലെ സഹോദരങ്ങളുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട്. സാമ്പത്തികമായ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. ഉന്നത പഠനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വളരെയധികം ശ്രദ്ധിക്കുക. അതുപോലെ ഗുരുക്കന്മാരുമായി യോജിച്ചു പോകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഭൂമി, വീട്, വാഹനം എന്നീ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അനുഭവങ്ങൾ വളരെയധികം ഉണ്ടാകും. കടം വാങ്ങിയ തുക തിരികെ നൽകുവാൻ കഴിയുന്നതാണ്. ലോണുകൾക്കും ചിട്ടികൾക്കും അനുമതി ലഭിക്കും. ആരോഗ്യപരമായി കണ്ണ്, പല്ല് സംബന്ധമായ പ്രശ്നങ്ങൾ അലട്ടുവാനിടയുണ്ട്. ഗണപതി മന്ത്രം നിത്യവും ജപിക്കുന്നത് വളരെയധികം ഗുണകരമാണ്. അടുത്തത് കുംഭം രാശിക്കാരാണ്. അവിട്ടത്തിൻ്റെ അവസാന പകുതി, ചതയം, പൂരുരുട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭരാശിക്കാരായ നിങ്ങൾക്ക് ഈ ആഴ്ച വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകും. അതായത് ജീവിത പങ്കാളിയിൽ നിന്ന് പോലും നിങ്ങൾക്ക് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ബിസിനസ് രംഗത്ത് നിങ്ങളുടെ പാർട്ട്നേഴ്സുമായി നല്ല ബന്ധം പുലർത്തുവാൻ കഴിയുന്നതാണ്. അതുപോലെ നേട്ടങ്ങളും ഉണ്ടാകും. കുടുംബത്തിൽ വളരെയധികം സന്തോഷം അലയടിക്കുന്നതാണ്. സാമ്പത്തികമായ ഇടപാടുകളിൽ വളരെയധികം ശ്രദ്ധിക്കുക. വിവിധ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമം ഉണ്ടാകും. അതുപോലെ സ്വത്ത് സംബന്ധമായ തർക്കങ്ങൾ ഉണ്ടായേക്കാം. എതിർ ലിംഗക്കാരായ ആളുകളുമായി സൗഹൃദം ഉണ്ടാകുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ആത്മീയമായ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിച്ചു നിൽക്കും. അതുപോലെ തന്നെ ശത്രുശല്യം ഉണ്ടായേക്കാം. നിയമാനുസൃതമായി മാത്രം കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് നീങ്ങേണ്ടതാണ്. ആരോഗ്യപരമായി അലർജി, തലവേദന ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഭക്ഷണ ക്രമീകരണങ്ങൾ ഉണ്ടാകേണ്ടതാണ്. മഹാദേവിന് പിൻവിളക്ക് സമർപ്പിക്കുന്നത് വളരെയധികം ഗുണകരമാണ്. അടുത്തത് മീനം രാശിക്കാരാണ്. പൂരുരുട്ടാതിയുടെ അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനരാശിക്കാരായ നിങ്ങൾക്ക് സാമ്പത്തികമായി വളരെയധികം വെല്ലുവിളികളെ നേരിടേണ്ടി വരുന്ന വാരമാണ്. കർമ്മരംഗത്ത് അധികാരമോഹം വർദ്ധിക്കും. നേതൃത്വ ഗുണം വർദ്ധിക്കുന്നതാണ്. അതുപോലെ ആത്മീയമായ കാര്യങ്ങളിലും താല്പര്യം വർദ്ധിക്കും. നിങ്ങളുടെ കോപം നിയന്ത്രിക്കേണ്ടതാണ്. ആശയവിനിമയമായ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം. അതുപോലെ മോശം കൂട്ടുകെട്ടുകളിൽ ചെന്ന് പെടാതിരിക്കുവാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്.
അതുപോലെ ബന്ധങ്ങളിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. ധനച്ചെലവുകളും നിയന്ത്രിക്കേണ്ടതാണ്. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾക്കും സാധ്യതയുള്ള വാരമാണ്. പാർട്ട്നേഴ്സുമായി ബിസിനസ്സിൽ യോജിച്ചു പോകുവാൻ വളരെയധികം ശ്രദ്ധിക്കണം. വരുമാനക്കുറവ് അനുഭവപ്പെടും. ശാരീരികമായ ക്ഷീണം വന്നു ചേരും. യോഗ ശീലമാക്കുക. ശാസ്താവിന് വഴിപാടുകൾ സമർപ്പിക്കുന്നത് വളരെയധികം ഗുണകരമാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.